അച്ഛൻ ബഹ്റൈനിലാണ്, ഗൾഫിലാണ്. പക്ഷെ ഗൾഫിലെ ആ ഹോട്ടൽ റൂമിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഓഫീസ്. മനാമ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സ്ഥലമാണ്. അവിടുത്തെ ആ മനാമ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബാംഗ്ലൂരിലെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയുള്ളൂ. അല്ലാണ്ട് ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഇതല്ല. അപ്പം ഈ മനാമ സ്ട്രീറ്റ് ഹോട്ടൽ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ്, മനാമ സ്ട്രീറ്റ് അപ്പാർട്ട്മെന്റ്, കുബൂസ്, ചപ്പാത്തി, ഫ്രൈഡേ ആയാൽ മേ ബി അവർ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് എന്തെങ്കിലും ഇത് മാത്രമാണ് ഈ ഇത്രയും വർഷം ജീവിതത്തിൽ ജീവിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ അച്ഛനെ അപ്പം എങ്ങോട്ടും എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഇന്ത്യ കണ്ടുകാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ പോയിണ്ടാവും. നമ്മുടെ ഇവിടെ കേരളത്തിൽ ലീവിന് വരുന്നു, പിന്നെ വീണ്ടും ജോലി, 24 hours 365 ദിവസവും ജോലി. അപ്പോൾ ഇനി എനിക്ക് എൻ്റെ അച്ഛനെ എവിടെയെങ്കിലും കൊണ്ടുപോകണം എന്നുണ്ട്. പക്ഷെ അപ്പോൾ ഇതുപോലെ ദൈവം ഒരു ഹെൽത്ത് ഇഷ്യൂസ് കൊടുക്കുമ്പോൾ അത് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തായാലും എവിടെയെങ്കിലും കൊണ്ടുപോകണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലായിരിക്കും ഓപ്പോസിറ്റുള്ള ആൾക്കാരുടെ ജീവിതം. അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അമ്മയോട് കുറേ സംസാരിച്ചു കഴിഞ്ഞാൽ ഇനിയും കുറേ കഥകൾ വരുമായിരിക്കാം. അപ്പം ഞാൻ മനസ്സിലാക്കിയ കഥകൾ ഇത്രയൊക്കെയാണ്. പക്ഷെ എന്നാലും ഒരു പരിധി വരെ എനിക്ക് അമ്മയെ എന്തെങ്കിലും രീതിയിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ സഹായിക്കാൻ പറ്റി, അങ്ങനെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ അച്ഛനെ പറ്റിയില്ല എന്നുള്ളൊരു വലിയ വിഷമമുണ്ട്. അപ്പം അതിന് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പം അതിനുള്ളൊരു സ്ട്രെങ്ത്, ഒരു സമ്പാദ്യം, ആരോഗ്യം അച്ഛന് കൊടുക്കണം, അങ്ങനെയുണ്ട്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ചിറ്റയുടെ കാര്യം പറഞ്ഞ പോലെ, ഞാനിപ്പം ചിറ്റയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്താണ് നമ്മളിങ്ങനെ ജോയിൻറ്റ് ഫാമിലിയിലേക്ക് എത്തിപ്പെടാം എന്നൊക്കെ തീരുമാനിച്ചത്. അപ്പം പഴയതിനേക്കാളും ചിറ്റ കുറച്ചും കൂടി ഹാപ്പിയാണെന്ന് എനിക്ക് തോന്നി. കാരണം എല്ലാവരും ഉണ്ടല്ലോ, സംസാരിക്കാൻ ആളുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇനിയും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവുമായിരിക്കാം. മേ ബി അവർക്കൊരു റീമാരേജ് ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടാവാം. പക്ഷെ നമ്മളിത് അന്നും ആരും ചോദിച്ചിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ചോദിക്കാം, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. അതൊക്കെ അങ്ങനെ എന്ന് പറയുന്നൊരു ബലം തന്നെയാണ്. അതായത് പൈസയ്ക്ക് പൈസ തന്നെ വേണം, അതെന്തായാലും വേണം. പക്ഷേ പൈസ നമ്മൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൻ്റെ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും, ഇതേപോലത്തെ പല കാര്യങ്ങളും മറന്നു പോകുന്നു. ഇപ്പം ഞാനൊന്ന് വേണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന സമയത്തിന് എനിക്ക് 2 വർഷത്തിൽ ഒരിക്കൽ നാട്ടിൽ വരുന്ന അച്ഛനെ വേണമെങ്കിൽ എനിക്ക് ഒരു കുറച്ച് നേരത്തെ കൊണ്ടുവരാമായിരുന്നു. വന്നിട്ട് നമ്മുടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് അച്ഛനെ ഉൾപ്പെടുത്താമായിരുന്നു, ട്രാവൽ ചെയ്യിപ്പിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഞാനും അമ്മയും ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമുക്ക് ബഹ്റൈനിൽ നിന്ന് അടുത്തുള്ള സ്ഥലം ഏതാണോ അങ്ങോട്ട് ട്രാവൽ ചെയ്യാമായിരുന്നു. പൈസ ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ ഈ പൈസ ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിൽ ഈ കുറെ കാര്യങ്ങൾ മറക്കും. കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അപ്പം അതും ഒരു ഹാപ്പിനെസ് അല്ല. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പം പൈസ വേണം, ഉണ്ടാക്കണം, അതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലും ഫാമിലി വാല്യൂസ് ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നതും അതാണ് എൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സ്വഭാവത്തിൽ ചെറുതായിട്ട് ചിലപ്പോൾ ഞാനൊന്ന് അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ഞാനത് മനസ്സിൽ വെച്ചിട്ട് ചോദിക്കുന്നതല്ല. ഇപ്പം നമ്മൾ ഇപ്പോൾ ഓണം സെലിബ്രേഷൻ വരുവാന്ന് വെച്ചോ, അപ്പോൾ ഞാൻ അമ്മേ എന്നാ സദ്യ കാറ്ററിങ് എന്താ വെച്ചാൽ പൈസ കൊടുത്തോ, 50,000 കൊടുത്തു എന്ന് വെച്ചോ. ഈ ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എത്ര രൂപയായി അമ്മ കാറ്ററിങ്ങിന്? അത്ര രൂപയായോ? അത്ര രൂപ അമ്മ ചിലവാക്കിയോ? അയ്യോ, അതെന്തിനാ അച്ഛി? അത് അമ്മയ്ക്ക് പലപ്പോഴും ഹേർട്ടായിട്ടുണ്ട്. ആ കണക്ക് ചോദിച്ചു, നീ അപ്പൊ കണക്ക് ചോദിച്ചു എന്നോടെന്ന്. പക്ഷെ സത്യത്തിൽ ഞാൻ കണക്ക് ചോദിച്ചല്ല അമ്മ. ഒന്നാമത് എനിക്ക് കണക്കറിയില്ല. അപ്പൊ ഞാൻ 50,000 രൂപ കൊടുത്തതിന് കുറെ ലിസ്റ്റ് ഇവരെനിക്ക് തരുന്നു, അത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതിന്റെ കാര്യം ഞാൻ ഇങ്ങനെ ഇരുത്തി അത് അവിടെ കൊടുത്തപ്പോ അവര് ബാക്കി ഇത് തന്നോ? അപ്പൊ അത് തന്നത് എന്തി? ഇതൊക്കെ എന്റെയും കൂടി ഒരു ക്യൂരിയോസിറ്റി. പിന്നെ എനിക്ക് എന്താ പറയുക, ഞാൻ മനസ്സിൽ കണക്ക് ചോദിച്ചത് അല്ലെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ ചോദിക്കുന്ന ടോൺ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പം പലപ്പോഴും ഇപ്പം എൻ്റെ അനിയനാണെങ്കിലും ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്നിട്ട് ബാക്കി പൈസ ഇല്ലേ, മൊത്തം തീർത്തോടാ നീ എന്നാണ് ഞാൻ ചോദിക്കണത്. അപ്പം അവൾ കണക്ക് ചോദിച്ചു എന്ന്. പ്രേക്ഷകരല്ല, കുടുംബക്കാരെ, ഞാൻ കണക്ക് ചോദിക്കുന്നതല്ല, ചുമ്മാ ഒരു ഇതിൽ ഞാൻ അങ്ങ് ചോദിച്ചു പോകുന്നതാണ്. അത് എത്രയായി, അതെങ്ങനെയായി, തീർത്തോ എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പം അത് ചോദിക്കരുത് നമുക്ക് ഉണ്ടെങ്കിലും ചില സമയം നമ്മൾ നോർമൽ കാഷ്വൽ ഇതിൽ ഞാൻ ഷിബിലേക്ക് ഞാനൊരു പൈസ തരികയാണെങ്കിൽ, ഇത്രയും പൈസക്ക് നീ ഇതൊക്കെ മേടിച്ചോ, ഒന്നും ഒരു 5,000 രൂപ അല്ല, ഒരു 1,000 രൂപ നീ സേവ് ചെയ്തില്ലേ എന്ന് ചോദിക്കും. പക്ഷേ അത് ഞാൻ കൊടുത്ത കാശിന് ഇത്ര രൂപയെ ചെലവാക്കാൻ പാടുള്ളൂ എന്ന് അങ്ങനെ ഒരു ഇതില്ല.
പക്ഷെ അങ്ങനെ ചോദിച്ചു പോവും. അങ്ങനെയൊക്കെ ചില വിഷമങ്ങളൊക്കെ എനിക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ചിലപ്പോൾ മൂത്ത മക്കൾക്കുള്ള ഒരു പ്രശ്നമാണോ അത്, ഒരു മൂത്ത ഒരു ആണിനോ അല്ലെങ്കിൽ മൂത്ത മോനോ മോൾക്കോ ഉള്ള പ്രശ്നമായിരിക്കുമോ. അവർ ചിലപ്പം എല്ലാ കാര്യങ്ങളും അവർക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് കണക്ക് നോക്കുന്നതായിരിക്കുമോ അവര്. അതും വേണമല്ലോ. ഇപ്പം ഞാൻ സമ്പാദിക്കുന്ന കാലത്ത് മിഡിൽ ക്ലാസ് ഫാമിലിയുടെ സ്ട്രഗിൾ ഉണ്ടല്ലോ. അപ്പൊ എൻ്റെ ഈ സമ്പാദ്യവും ഞങ്ങളുടെ ഫാമിലിക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ കാറ് മേടിച്ചതാണെങ്കിലും ഒക്കെ അതിന്റെ ലോണും ഒക്കെ. അപ്പോൾ മേ ബി ഞാൻ അതിൻ്റെയും കൂടി ഒരു പ്രഷർ കാരണം അമ്മ ഇത് ഇങ്ങനെ ആണ് കേട്ടോ, അപ്പൊ നമുക്ക് ഇത്രയും ചെലവാക്കണ്ടെന്ന് ഞാൻ പറയണതാണോ, അല്ലെങ്കിൽ അത് ഇന്ന് അവിടെ പോണ്ട എന്ന് പറയാ, അതൊരു മൂത്ത ആളുടെ ഇതാണോ എന്നുള്ളതും എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഹേർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും ഇങ്ങനെ തോന്നി. അവരുടെ സംസാരത്തിൽ നിന്ന് വലിയ വഴക്കായിട്ട് അങ്ങനെയല്ല, പക്ഷെ എന്നാലും അമ്മ നീ അപ്പൊ എന്നോട് കണക്ക് ചോദിച്ചല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു അയ്യോ ഞാൻ ശരിക്കും കണക്ക് ചോദിച്ചതല്ല, പക്ഷെ അവർക്കത് തോന്നിന്ന്. ഈവൻ പ്രേം എന്നോട് ഞാൻ എന്റെ ടോൺ കേട്ടിട്ട് തോന്നി എനിക്കും തോന്നി നീ കണക്ക് ചോദിച്ചതാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഞാൻ കണക്ക് ചോദിച്ചത്, മറ്റേ കട്ടപ്പനയിൽ പറയും ഇതെന്റെ ടോണാണ്, ഞാൻ കണക്ക് ചോദിച്ചു. അപ്പൊ ഞാൻ ഫോണിൽ കൂടെയാണല്ലോ ചോദിക്കണേ. 50,000 രൂപ തന്നിട്ട് കാറ്ററിംഗിന് അത് എന്താ അമ്മ 50,000 രൂപ എന്നൊക്കെ അങ്ങനെ ചോദിച്ചു. അപ്പൊ പ്രേമ എനിക്കും തോന്നുന്നു ടോണിലാണ് പറഞ്ഞത്. പക്ഷെ പ്രേമ ഇപ്പൊ കണക്ക് ചോദിച്ചാലും മനസ്സിലാവില്ല, അങ്ങനത്തെ ടോണാണ് ആൾക്ക്. അപ്പൊ ഞാൻ നിങ്ങളുടെ ടോൺ അങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്യും, എന്റെ ടോൺ ഇങ്ങനെയാണ്. ഇപ്പൊ ശ്വാസിന്റെ സ്വഭാവത്തിൽ ഇന്നൊരു സ്വഭാവം പൊളിയാണ് അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു പൊള്ളിയാണെന്ന് വെച്ചാൽ ഞാൻ എവിടെയും ജെല്ലാവും. ഓക്കെ. എനിക്കങ്ങനെ ഇന്ന സ്ഥലത്ത് അയ്യോ എനിക്ക് ഭയങ്കര അങ്ങനെയില്ല. എവിടെ നിങ്ങൾ എന്നെ കൊണ്ടിട്ടാലും മേ ബി ചിലപ്പോൾ ഞാൻ അവിടെ കുറച്ച് കംഫർട്ടബിൾ അല്ലാന്നുണ്ടെങ്കിലും ഞാൻ അത് എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ചെയ്ത് അവിടേക്ക് എത്തിക്കും. അപ്പം എനിക്ക് ഏതൊരു ആൾക്കാരുടെ കൂടെയും എങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ അവിടെ ജെല്ലാവും. ആൾക്കാർക്ക് എന്താ പറയുക ഒരു 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 എന്താ പോസിറ്റീവ് ഒരു എനർജി പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അതിൽ ഇൻവോൾവ് ആവും എന്താണെങ്കിലും ഒക്കെ. പിന്നെ അങ്ങനെ പെട്ടെന്ന് ചില കാര്യങ്ങൾക്ക് അങ്ങനെ ഹേർട്ട് ആവുക, ഞാൻ ഹേർട്ട് ആവില്ല. ഇല്ല. ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ അങ്ങനെ പറഞ്ഞു, ഷിബില അങ്ങനെ ഇതെന്തു, ഷിബില ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞെങ്കിലും എനിക്ക് അത് ഭയങ്കര ഇതാവൂല. ഷിബിലയാണല്ലോ പറഞ്ഞു വിട്ടു. അപ്പൊ അങ്ങനെ പെട്ടെന്ന് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഞാൻ ശ്രദ്ധ കൊടുക്കാതെ ഞാൻ ഇങ്ങനെ ആ ഫ്ലോയില് അതെനിക്ക് തോന്നി എനിക്ക് എല്ലാം അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. എവിടെ ചെന്നാലും എനിക്കത് ആൾക്കാരുമായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്.